ചാപ്റ്ററായ റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക് ഇൻസ്ട്രുമെൻസിൻ്റെ 5ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഇതിലെ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്റ്റ് ആണ്. ഇവിടെ രണ്ട് ലെൻസുകൾ, രണ്ടിൻ്റെ ഓരോന്നിൻ്റെയും ഫോക്കൽ ലെങ്ത്തുകൾ L1 L2 ഉള്ള രണ്ട് ലെൻസ് നമ്മൾ ചേർത്ത് വച്ചിട്ടുണ്ട്. O എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് ഒന്നാമത്തെ ലെൻസ് മാത്രമേ ഉള്ളുവെങ്കിൽ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലമാണ് I1 എന്ന് ഞാൻ മാർക്ക് ചെയ്തേക്കണേ. എന്നാൽ രണ്ടാമത്തെ ലെൻസ് കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ ഇമേജ് I എന്ന സ്ഥലത്താണ് ഫോം ചെയ്തത്. ഡിസ്റ്റൻസുകൾ U, അതുപോലെ തന്നെ V1 V എന്ന് പറയുന്ന ഡിസ്റ്റൻസുകൾ നോട്ട് ചെയ്യാം. അപ്പോൾ O is a point object at a distance U from the optic center of first lens. I1 is the image due to refraction through L1. L1 മാത്രമേ ഉള്ളൂവെങ്കിൽ അപ്പോൾ അതിൻ്റെ ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/V - 1/U = 1/F എന്ന് പറയുന്ന കോമൺ ഫോർമുലയിൽ വിക്ക് പകരം V1ഉം ഫോക്കൽ ലെങ്ത്ത് നമ്മൾ F1ഉം കൊടുത്തു. അപ്പോൾ രണ്ട് ലെൻസ് L1 L2, അതിൽ ഒന്നാമത്തെ ലെൻസ് കൂടെ ഒരു റേ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇമേജാണ് I1 എന്ന് പറയുന്ന സ്ഥലത്ത് ഫോം ചെയ്യണേ. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ദിസ് ഇമേജ്, അതായത് ഒന്നാമത്തെ ലെൻസ് L1 എന്ന് പറയുന്ന ഫോം ചെയ്ത ഇമേജ് വിൽ ആക്ട് ആസ് ഒറിജിനൽ ഒബ്ജക്റ്റ് ഫോർ ദ സെക്കൻഡ് ലെൻസ് L2. അപ്പോൾ രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് O അല്ല, മറിച്ച് I1 എന്ന് പറയുന്ന ഒന്നാമത്തെ ലെൻസിൻ്റെ ഇമേജാണ്. എന്നിട്ട് അത് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോകണം. 1/V - 1/V1 = 1/F2. U ഡിസ്റ്റൻസും V ഡിസ്റ്റൻസും നമ്മൾ കൊടുത്തു, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എഴുതി. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്തു. 1/V - 1/U = 1/F1 + 1/F2. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഈ രണ്ട് ലെൻസും മാറ്റി ഒരു സിംഗിൾ ലെൻസ് വെച്ചു. അപ്പോൾ O എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ തന്നെ പോയിൻ്റ് ഒബ്ജക്റ്റ് വെച്ചു. ഇത്തവണ ഇമേജ് പതിഞ്ഞത് I എന്ന് പറയുന്ന പോയിന്റിലാണ്. അങ്ങനെ പ്രത്യേകതയുള്ള ഒരു ലെൻസാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല 1/V - 1/U = 1/F എന്ന് കിട്ടി. മൂന്നാമത്തെയും നാലാമത്തെയും ഇക്വേഷൻ കമ്പയർ ചെയ്യാം. രണ്ടിൻ്റെയും ഇടത് ഭാഗം സെയിം ആകയാൽ RHS ഈക്വൽ ആയിരിക്കും. therefore 1/F = 1/F1 + 1/F2. അതിൽ എഫിന് പറയുന്ന പേര് നമ്മൾ ഏറ്റവും അവസാനം വെച്ച സിംഗിൾ ലെൻസ് ഇല്ലേ, അതിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് F എന്ന് പറയുന്നത്. അപ്പം അതിന് പറയുന്ന പേര് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് കോമ്പിനേഷൻ എന്നാണ് നമ്മൾ പറയുന്ന പേര്. ഇനി ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്തിൻ്റെ ഫോർമുല 1/F = 1/F1 + 1/F2 + 1/F3. ഓരോ ലെൻസിൻ്റെയും പവറുകൾ P1 P2 P3 ആണെങ്കിൽ ഈ കോമ്പിനേഷൻ ലെൻസിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ പവേഴ്സ് ഓഫ് ദ ലെൻസസ് ആണ്. മാഗ്നിഫിക്കേഷൻ നോക്കൂ, ഓരോന്നിൻ്റെയും മാഗ്നിഫിക്കേഷൻ, ഒന്നാമത്തെ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ M1, രണ്ടാമത്തെ M2, ആ ക്രമത്തിൽ പോവുകയാണെങ്കിൽ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കാണുമ്പോൾ റെസിപ്രോക്കലിൻ്റെ സമ്മ്, പവർ കാണുമ്പോൾ നേരിട്ട് ഡയറക്റ്റ് സമ്മാണ്, മാഗ്നിഫിക്കേഷൻ കാണുമ്പോൾ പ്രോഡക്റ്റ്. ഇതാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസിൻ്റെ 3 പ്രധാനപ്പെട്ട ഫോർമുലകൾ. അടുത്തത് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ശ്രദ്ധിക്കുക, ABC എന്ന് പറയുന്ന ഒരു പ്രിസം, അതിൻ്റെ AB എന്ന് പറയുന്നതും AC എന്ന് പറയുന്നതും രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസസുകളാണ്. BC അതിൻ്റെ ബേസാണ്, ഞാൻ ഇവിടെ ഷാഡോ കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. PQ എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് റേ AB എന്ന് പറയുന്ന ഒന്നാമത്തെ റിഫ്രാക്റ്റിംഗ് സർഫസിൽ വന്ന് വീഴുന്നു. അത് റിഫ്രാക്ഷൻ ശേഷം കടന്നു പോകുന്ന പോയിൻ്റാണ് QR എന്ന് പറയുന്ന റേ കൊണ്ട് വരച്ചിരിക്കുന്നത്. ഫൈനൽ എമർജൻറ്റ് റേ ആണ് RS എന്ന് പറയുന്നത്, അതായത് ACയിൽ നിന്ന് റിഫ്രാക്ഷൻ ശേഷം പുറത്തേക്ക് വരുന്ന റേ. വ്യത്യസ്ത ആംഗിളോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഫസ്റ്റ് റിഫ്രാക്ഷൻ, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് ഫൈനൽ റിഫ്രാക്ഷൻ. ഓക്കെ, ഇത് കൂടാണ്ട് ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആംഗിൾ I ആണെങ്കിൽ ഈ ഡോട്ടഡ് ലൈൻ മുതൽ ഈ ഡോട്ടഡ് ലൈൻ വരെയുള്ള ആംഗിളും I തന്നെയായിരിക്കും. അതിൽ ഇത് R1 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? I1ൽ നിന്ന് R1 മൈനസ് ചെയ്യുന്നതായിരിക്കും ഈ ഡോട്ടഡ് ലൈൻസിൽ നിന്ന് QR ആംഗിൾ. അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അതേപോലെ ഇതാ ഇവിടെ ഈ ആർ എസ് എന്ന് പറയുന്ന ലൈൻ നമ്മൾ പിൻഭാഗത്തിൽ നീട്ടി വരയ്ക്കുന്നതാണ് ഇവിടെ ഡോട്ട് ലൈൻ കൊണ്ട് വരച്ചിരിക്കുന്നത്. ആ ആംഗിൾ നമ്മൾ കാണുമ്പോൾ ടോട്ടൽ ആംഗിളായ I2 നിന്ന് R2 മൈനസ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ആംഗിൾ. അപ്പോൾ രണ്ട് ഇൻറ്റീരിയർ ആംഗിൾ, ഇവിടെ I1 മൈനസ് R1, ഇവിടുത്തെ ആംഗിൾ I2 മൈനസ് R2. ഈ രണ്ട് ആംഗിൾസ് കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ. ദെർഫോർ D ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതിയിട്ടുണ്ട് I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2. അതിൽ നമ്മൾ I1നെയും I2നെയും ഒരു ഭാഗത്തേക്കും R1 R2നെയും വേറൊരു ബ്രാക്കറ്റിൽ നമ്മൾ ആക്കിയെടുത്തു. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 പറയുന്നത് I1 പ്ലസ് I2 മൈനസ് ബ്രാക്കറ്റിനകത്ത് R1 പ്ലസ് R2 ആണ്. ഇനി AQNR എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. AQNR എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ, ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ പറഞ്ഞ് 360 ആണ്. ഓപ്പോസിറ്റിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് പറഞ്ഞ് 180 ആണ്. അപ്പോൾ ഈ ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ 180. അതുമാതിരി ഈ ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ആംഗിളും ഈ ആംഗിളും ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ അതും 180 ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതി ചെയ്യണം ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതുപോലെ ഫ്രം ട്രയാങ്കിൾ QNR നോക്കൂട്ടാ. ഏതാ QNR? QNR എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിൻ്റെ മൂന്നിൻ്റെയും അതിൻ്റെ എല്ലാത്തിൻ്റെയും ആംഗിൾ കൂട്ടുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ പറയുന്നത് 180 ആയിരിക്കുമല്ലോ. അപ്പോൾ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N എന്ന് പറയുന്നത് 180 ആയിരിക്കണം. അതാണ് ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ, ഇവിടെ ഈ ഇക്വേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്യുക. വലതുഭാഗം 180 ആണ്, ഇടതുഭാഗത്ത് N എന്ന് പറയുന്ന കോമൺ ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾ A ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ D ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് A എന്നായി മാറി. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് നമ്മളിപ്പോൾ ഇത്രയും ചെയ്തിട്ടാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. ഇനി ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിപ്പിക്കുക. ഉദാഹരണം, ആദ്യം എടുത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടുത്തെ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 35 ആണെന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മൾ R1 R2 I2 D കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിപ്പിക്കുക, 30ക്ക് പകരം 35 എടുക്കുക. ഇതേപോലെ ഓരോ ആംഗിൾസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എല്ലാം മെഷർ ചെയ്യാം. ഇനി 35ന് പകരം 40 കാണുക. ഓരോ സമയത്തും വാരിയസ് ആംഗിൾസ് മെഷർ ചെയ്യുക. 45 കാണുക ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ നമുക്ക് അത് വെച്ചൊരു ഗ്രാഫ് വരയ്ക്കുക. അതാ ആംഗിൾ ഓഫ് ഡീവിയേഷൻ Y ആക്സിസിലും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് X ആക്സിലും വെച്ചുള്ള ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ കണ്ടിന്യൂസ് ലൈനാണ് ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നോക്കൂ. If we increase the angle of incidence, the angle of deviation decreases and reaches a minimum value. That minimum angle of deviation is known as angle of minimum deviation. റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ D എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ സ്മോൾ ഡിക്ക് പകരം ക്യാപിറ്റൽ D വന്നു. എപ്പോഴാ? അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിപ്പിച്ചപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വന്ന് ഒരു പ്രത്യേക വാല്യൂ എത്തിയപ്പോൾ പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിക്കുന്ന കൂട്ടത്തിൽ ആംഗിൾ ഓഫ് ഡീവിയേഷനും വർദ്ധിച്ചു. ആ ഏറ്റവും മിനിമം വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള സ്നെൽസ് ലോ N ഈസ് ഈക്വൽ ടു സൈൻ I1 ബൈ സൈൻ R1 ഈക്വേഷനാണ്. അതിൽ നമുക്കറിയാം I1 ഈസ് ഈക്വൽ ടു I2. മിനിമം ഡീവിയേഷൻ വരണ സമയത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട്. I1ഉം I2ഉം ഈക്വൽ ആയിരിക്കും, R1ഉം R2ഉം ഈക്വൽ ആയിരിക്കും, സ്മോൾ d എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ I1ന് പകരം I2 കൊടുത്തു. നമ്മുടെ ഇക്വേഷൻ സൈൻ I2 ബൈ സൈൻ R2 എന്നായിട്ട് മാറി. ഇനി സിൻസ് മിനിമം ഡീവിയേഷൻ സംഭവിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു I1 ഈസ് ഈക്വൽ ടു I2 ആണ്, അതുപോലെ R1 ഈസ് ഈക്വൽ ടു R2 ആണ്. അതുപോലെ അപ്പോൾ അത് സംഭവിക്കുന്നു, R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു A എന്നതിന് പകരം ഞാൻ R പ്ലസ് R എന്ന് കൊടുത്തു. അപ്പോൾ R ഈസ് ഈക്വൽ ടു A ബൈ 2. അതുപോലെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഇക്വേഷൻ നോക്കൂ. I1 എന്ന് പറയുന്നത് I ആണ്, I2 എന്ന് പറയുന്നത് I ആണ്. അപ്പോൾ I പ്ലസ് I. അപ്പോൾ സ്മോൾ ഡിക്ക് പകരം മിനിമം ഡീവിയേഷൻ്റെ ക്യാപിറ്റൽ D കൊടുക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു ഇതിന് പകരം 2I മൈനസ് A. അതാണ് ഞാനിവിടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. 2I മൈനസ് A, ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു 2I മൈനസ് A. അതിൽ നിന്ന് I കണ്ടുപിടിച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് A പ്ലസ് D ബൈ 2. നമ്മുടെ തൊട്ട് മുൻപത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിൽ I2നും R2ന് പകരം ഈ വാല്യൂ കൊടുക്കുന്നു.
അപ്പോൾ നോക്കൂ സൈൻ എ പ്ലസ് ഡി ബൈ ടു സൈൻ എ ബൈ ടു കിട്ടി. ഇതാണ് ഒരു പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുല. അപ്പോൾ എ എന്ന് പറയുന്നത് ആ പ്രിസത്തിൻ്റെ ആംഗിളാണ്. ആംഗിൾ എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഡി എന്ന് പറയുന്നത് മിനിമം ഡീവിയേഷൻ്റെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ ടു ബൈ സൈൻ എ ബൈ ടു ആണ്. ഇനി സ്മോൾ ആംഗിൾഡ് പ്രിസം ആണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ ഫോർമുല കൂടാണ്ട് ഒരു ഫോർമുല കൂടി ഉണ്ട്. നോക്കൂ, സൈൻ എ പ്ലസ് ഡി ബൈ ടു ബൈ സൈൻ എ ബൈ ടു ഈസ് ഈക്വൽ ടു സ്മോൾ ആംഗിളിലാണെങ്കിൽ നമുക്കറിയാം സൈൻ ഐ ഈസ് ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ സൈൻ എ പ്ലസ് ഡി ബൈ ടു എന്ന് പറയുന്നത് വെറും എ പ്ലസ് ഡി ബൈ ടു ആണ്. അതുപോലെ സൈൻ എ ബൈ ടു എന്ന് പറയുന്നത് വെറും എ ബൈ ടു ആണ്. അതിൽ നിന്ന് അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു ആണ് ഈക്വേഷൻ. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ എ, ടൂവും ടൂവും ക്യാൻസൽ ആയിപ്പോയി. അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്തു. അതിൽ നിന്ന് ക്യാപിറ്റൽ ഡി കണ്ടുപിടിച്ചു, എ ഇൻറ്റു എൻ മൈനസ് 1. ഇതാണ് തിൻ പ്രിസം സ്മോൾ ആംഗിൾഡ് പ്രിസത്തിൻ്റെ ഇക്വേഷൻ, മിനിമം ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല. ഇനി ഡിസ്പേർഷൻ ബൈ എ പ്രിസം. ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടന്നു പോകുമ്പോഴേ അതതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് കളേഴ്സായിട്ട് വേർതിരിയുന്ന പ്രക്രിയ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. അത് വേർതിരിയുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് വേർതിരിയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. കാരണം പറയുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. ഇതാ വൈറ്റ് ലൈറ്റ് വന്ന് വീഴുന്നു, ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് അത് വേർതിരിയുന്നു. ആ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് വേർതിരിയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ സംഭവിക്കാനുള്ള കാരണം? ഡിസ്പേർഷൻ ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് the material of the prism offers different refractive indices for different colors. ഓരോ കളറിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇതാണ് ഡിസ്പേർഷന് കാരണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വയലറ്റിനും മിനിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റെഡിനാണ്. ആസ് എ റിസൾട്ട് റെഡ് ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ വയലറ്റ് ത്രൂ എ ഗ്ലാസ് പ്രിസം. അപ്പോൾ ഒരു പ്രിസത്തിലൂടെ തന്നെ വ്യത്യസ്ത കളറിന് വ്യത്യസ്ത വെലോസിറ്റി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. So violet deviates most and red deviates least. ഇതുകൊണ്ടാണ് അപ്പോൾ ഏറ്റവും കുറവ് ഡീവിയേഷൻ സംഭവിക്കുന്നത് റെഡ് ലൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ സിഗ്നൽ ലൈറ്റൊക്കെ ചുവപ്പ് വയ്ക്കാനുള്ള കാരണം. ദൂരെ നിന്ന് നമുക്കതിനെ വീക്ഷിക്കാൻ പറ്റും, ഡീവിയേഷൻ ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.